നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ 30 മുതൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരന്ത നിവാരണ സമിതി രൂപീകരിച്ചു. വാർഡ് കൗൺസിലർ അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയുടെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 26-ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കും. ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്ക തട്ടിപ്പിനിരയാക്കാനുള്ള ഗൂഢനീക്കത്തെ VSന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയതിനെ കുറിച്ച് ഓർത്തെടുക്കുകയാണ് ഇടുക്കി പൂമാലയിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും. വാർത്തകൾ വിശദമായി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ 30 മുതൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50 വർഷങ്ങൾക്ക് ശേഷമാണ് അഷ്ടമംഗല ദേവപ്രശ്നം ക്ഷേത്രത്തിൽ നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ചരിത്ര പ്രസിദ്ധമായ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ 30 മുതൽ നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തൃക്കാരിയൂർ ഗ്രൂപ്പിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ നീണ്ട 50 വർഷങ്ങൾക്ക് ശേഷമാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തുന്നത്. കാരിക്കോട് ഭഗവതി ക്ഷേത്രം തൊടുപുഴ താലൂക്കിലെ ഏറ്റവും ചിരപുരാതനമായ ഭഗവതി ക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമെന്ന് നമുക്കെല്ലാവരും അറിവുള്ളതാണ്. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ഈ ജൂലൈ മാസം 30, 31, ഓഗസ്റ്റ് 1 എന്നീ തീയതികളിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടക്കുകയാണ്. ഇവയും സാധാരണ രീതിയിലെ ക്ഷേത്രങ്ങളിൽ 12 വർഷം കൂടുമ്പോൾ നിർബന്ധമായും ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഹിതം അറിയുന്നതിന് വേണ്ടി അഷ്ടമംഗല പ്രശ്നം നടത്താറുണ്ട്. 16 വർഷം നിർബന്ധമായിട്ട് നടത്തണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. നമ്മുടെ കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് അതങ്ങ് നീണ്ടുപോവുകയായിരുന്നു. ഏതാണ്ട് അരനൂറ്റാണ്ടിന് മുൻപാണ് പറവൂർ ശ്രീധരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അങ്ങനെയൊരു അഷ്ടമംഗല ദേവപ്രശ്നം ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും നാടിന്റെ സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി ദേവഹിതം അറിയുക എന്നതാണ് ദേവപ്രശ്നത്തിന്റെ പ്രധാന ലക്ഷ്യം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് ഇല്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ജൂലൈ 30 രാവിലെ 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ആരംഭിക്കും. തുടർന്ന് വിവിധ പൂജകളും ആധ്യാത്മിക പ്രഭാഷണങ്ങളും കലാപരിപാടികളും നടക്കും. യജ്ഞാചാര്യൻ രാജൻ മലനടയാണ് മറ്റു പൂജകൾക്കും പ്രഭാഷണങ്ങൾക്കും നേതൃത്വം വഹിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, രാത്രി അത്താഴ ഊട്ട് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ചന്ദ്രൻ, സെക്രട്ടറി ജയകൃഷ്ണൻ പുതിയടത്ത്, വൈസ് പ്രസിഡന്റ് രാജീവ് M കിരിയാമഠത്തിൽ, പബ്ലിസിറ്റി കൺവീനർ C ജയകൃഷ്ണൻ, ഉപദേശക സമിതി അംഗങ്ങളായ രത്നമ്മ തങ്കപ്പൻ, മനോജ് വെളിയത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമരനായകൻ VS അച്യുതാനന്ദന്റെ മറക്കാനാവാത്ത സ്മരണകൾ പങ്കുവെക്കുന്ന ഒരു കുടുംബമുണ്ട് ഇടുക്കിയിൽ. VS ഇടുക്കിയിൽ എത്തിയാൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചേ മടങ്ങുകയുള്ളൂ. പൊതുപ്രവർത്തകൻ പണിക്കൻകുടിയിലെ NV ബേബിയും ഭാര്യ ആൻസിയുമാണ് VSന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നത്. VSുമായുള്ള 4 പതിറ്റാണ്ട് പിന്നിട്ട ആത്മബന്ധവും തിളങ്ങുന്ന ഓർമ്മകളുമാണ് പണിക്കൻകുടിക്കാരൻ NV ബേബിക്ക് പങ്കുവയ്ക്കാനുള്ളത്. 1977 ആദ്യമായി VSനെ ബേബി നേരിട്ട് കാണുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം അതൊരു വലിയ ആത്മബന്ധത്തിന്റെ തുടക്കമായിരുന്നു. 1977 നവംബർ മാസം മുതലുള്ള പരിചയമാണ് VS. 80 പൊതുതെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗിക്കാൻ VS വന്നിരുന്നു. അന്ന് കൂടുതൽ പരിചയപ്പെട്ടു. 88 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് കുന്തരി പഞ്ചായത്തിൽ കമ്പിളികടത്ത് നടന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത VS ആണ്. രാജാക്കാട് പൊതുയോഗവും VS ആണ്. ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ട്. പിന്നീട് 91 VS പ്രതിപക്ഷ നേതാവായി. അപ്പോൾ അതിനുശേഷം VS ജില്ലയിൽ വരുന്ന പരിപാടിക്ക് മണിസഖാവാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി. അന്ന് VSന്റെ കൂടെ പോകാൻ വേണ്ടി എന്നെയാണ് ചുമതലപ്പെടുത്തുന്നത്. എൻ്റെ കുട്ടികളുടെ കല്യാണത്തിനെല്ലാം തന്നെ VS വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നാടൻ വിഭാഗം
മോഹൻ്റെ കല്യാണം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ആ പരിപാടികളിലെല്ലാം തന്നെ വീഴ്ച വന്നിട്ടുണ്ട്. പിന്നീട് VS ഇടുക്കിയിലെത്തിയാൽ പണിക്കൻകുടിയിലെ ബേബിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച ശേഷമേ മറ്റു പരിപാടികളിലേക്ക് പോകാറുള്ളൂ. VSുമായുള്ള ആ ബന്ധം ബേബിക്കും കുടുംബത്തിനും മാത്രമല്ല നാടിനും വലിയ വികസന ചരിത്രം സൃഷ്ടിച്ചു. VSന് പ്രത്യേക ഭക്ഷണക്രമമാണ്. അപ്പോൾ VSന്റെ മെനു അറിയാവുന്നത് എനിക്കറിയാം, അവർ ഗൺമാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് VS ജില്ലയിൽ വരുമ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ കുടുംബമാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നുവിടുന്നത്. ആ ഭക്ഷണം തൊടുപുഴ വന്നാലും അടിമാലിൽ വന്നാലും പീരുമേട്ടിലൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും. എൻ്റെ ഇളയ മകളുടെ കല്യാണത്തിന് VS മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2010 VS വരുന്നത്. 2009 ബേബിയുടെ ഇളയ മകളുടെ വിവാഹത്തിനെത്തിയ VSനോട് ഹൈറേഞ്ചിന്റെ വികസനത്തിന് മുതിരപ്പുഴയാറിന് കുറുകെ ഒരു പാലം ഉണ്ടാകണമെന്ന ആവശ്യം ബേബി ഉന്നയിച്ചു. മുൻപ് കല്ലാർകുട്ടി അണക്കെട്ടിന് മുകളിലൂടെയായിരുന്നു വാഹനങ്ങൾ ഓടിയിരുന്നത്. അണക്കെട്ടിന് സമാന്തരമായി ഇന്ന് കാണുന്ന പുതിയൊരു പാലം യാഥാർത്ഥ്യമായത് VSന്റെ ഇടപെടൽ മാത്രമാണെന്ന് NV ബേബി പറയുന്നു. ഞാൻ 8 മണിക്ക് ചെല്ലുമ്പോൾ അവിടെ മോൻസ് തയ്യാറായിരിക്കുവാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ ബഡ്ജറ്റിൽ കൃത്യമായും പാലം ഉണ്ടായിരിക്കും, ധൈര്യമായിട്ട് പോകണം പറഞ്ഞു. ആ ബഡ്ജറ്റിൽ 14.5 കോടി രൂപ അനുവദിച്ചു. അങ്ങനെ 2011 ജനുവരി മാസം 2 പാലത്തിൽ തറക്കല്ലിട്ടു. 2015 പാലം ഉദ്ഘാടനം ചെയ്തു. ബേബിയുടെ നേതൃത്വത്തിൽ കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ VSന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് 14.5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കല്ലാർകുട്ടി പാലം നിർമ്മിച്ചത്. 2011 ജനുവരി 2 പാലത്തിന് തറക്കല്ലിട്ടു. 2015 പാലം നിർമ്മാണം പൂർത്തിയായി. 2 മാസം മുൻപും NV ബേബിയും കുടുംബവും രോഗശയ്യയിലായിരുന്ന VSനെ കാണാനെത്തിയിരുന്നു. VSന്റെ ചരമവാർത്തയറിഞ്ഞ നിമിഷം തന്നെ ബേബി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. VS തന്റെ ചുമതലകൾ നിർവഹിച്ച് കാലയവനികയ്ക്ക് പിന്നിൽ മറയുമ്പോൾ കർഷക പക്ഷത്തു നിന്നും ദരിദ്ര വിഭാഗത്തിന്റെ ശബ്ദമായി എക്കാലവും നിലകൊണ്ട VSനെ കുറിച്ചുള്ള തിളക്കമാർന്ന ഓർമ്മകളാണ് ഒരു കർഷകൻ കൂടിയായ NV ബേബിക്കും ഭാര്യ ആൻസിക്കും പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം സെക്രട്ടറി PG രാജശേഖരൻ രാജൻ അക്ഷയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ ബുക്ക്ലെറ്റ് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം സെക്രട്ടറി PG രാജശേഖരൻ രാജൻ അക്ഷയ്ക്ക് നൽകി നിർവഹിച്ചു. 1 തീയതികളിൽ കാരിക്കാട്ടമ്മയുടെ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന അഷ്ടമംഗലി ദേവപ്രശ്നം മംഗളമായി തീരട്ടെ എന്നും കാരിക്കോട്ടമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. അഷ്ടമംഗല ദേവപ്രശ്നത്തിന് മുന്നോടിയായി ജൂലൈ 30 രാവിലെ 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തും. കേരളത്തിലെ പ്രമുഖ ദൈവജ്ഞന്മാരായ താമരശ്ശേരി വിനോദ് പണിക്കർ, ഇടയ്ക്കാട്ട് ദേവിദാസൻ ഗുരുക്കൾ, ബുധന്നൂർ PD വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അഷ്ടമംഗല പ്രശ്ന ചിന്ത നടക്കുന്നത്. ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന മാതൃപൂജ, വിദ്യാഗോപാല മന്ത്രാർച്ചന, സർവേശ്വര പൂജ എന്നിവയ്ക്ക് പ്രഭാഷകനും സംസ്കൃത പണ്ഡിതനുമായ രാജൻ മലനട നേതൃത്വം കൊടുക്കും. ബുക്ക്ലെറ്റ് പ്രകാശന ചടങ്ങിൽ വിവിധ കരകളെ പ്രതിനിധീകരിച്ച് ക്ഷേത്ര ഭാരവാഹികളായ അനിൽകുമാർ പീടികപ്പറമ്പിൽ, ഗോപി പഴുക്കാക്കുളം, ബാബുസ്വാമി, സിജു B വടക്കേ മൂഴിക്കൽ, പ്രശാന്ത് MP, സുരേഷ് കണ്ണൻ, ഗോപാലകൃഷ്ണൻ നായർ വളയനാൽ, അനിൽകുമാർ ചീരാംകുഴ, സന്തോഷ് ഏഴല്ലൂർ, C ജയകൃഷ്ണൻ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ജയകൃഷ്ണൻ പുതിയടത്ത്, രാജീവ് കിരിയ മഠത്തിൽ, അഡ്വക്കേറ്റ് MS വിനയരാജ്, ബിജു ചീരാമ്പറമ്പിൽ, N ശശിധരൻ, മനോജ് വെളിയത്ത്, രത്നമ്മ തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരന്ത നിവാരണ സമിതി രൂപീകരിച്ചു. വാർഡ് കൗൺസിലർ അഫ്സൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് ബീന PP അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു. തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരന്ത നിവാരണ സമിതി രൂപീകരിച്ചു. വാർഡ് കൗൺസിലർ അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ ഒരു പദ്ധതി അല്ലെങ്കിൽ അത് ആ തരത്തിൽ നമുക്കത് വിനിയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഏതായാലും ടീച്ചർ കൊണ്ടുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഷെഡ് പോലെയാണ്, നഗരത്തിലെ പ്രദേശത്തിലാണ്, വലിയൊരു
ഹെഡ് മിസ്ട്രസ് ബീന പി പി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ PTA പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ സ്കൂളിന്റെ നിലവിലെ സ്ഥിതി വിശദീകരിച്ചു. എക്സൈസ്, അഗ്നിശമന സേന, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥരും അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. സ്കൂൾ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ യോഗം പ്രധാനമായും ചർച്ച ചെയ്തു. ദുരന്ത നിവാരണ സ്കൂൾ നോഡൽ ഓഫീസർ ബിന്ദു പി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലസീമ PS നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 30 ആരംഭിക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഭക്തജന സമിതി രൂപീകരിച്ചു. ഭക്തജന സമിതി രൂപീകരണ യോഗത്തിൽ അനിൽ പീടികപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അഷ്ടമംഗല ദേവപ്രശ്നം വിജയിപ്പിക്കുന്നതിനായി 101 അംഗ ഭക്തജന സമിതിക്കാണ് രൂപം കൊടുത്തിരിക്കുന്നത്. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നം വിജയിപ്പിക്കുന്നതിന് ഭക്തജന സമിതി രൂപീകരിച്ചു. ക്ഷേത്രത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായി നടത്തുവാൻ കഴിയാതെ വന്നിരുന്ന അഷ്ടമംഗല ദേവപ്രശ്നം തടസ്സപ്പെടുത്തുന്നതിന് ചില കോണുകളിൽ നിന്നും ഉയരുന്ന പരിശ്രമങ്ങളെ എന്ത് വില കൊടുത്തും നേരിടുമെന്ന് കാരിക്കോട്ടമ്മ ഭക്തജന സമിതി തീരുമാനിച്ചു. ഭക്തജന സമിതി രൂപീകരണ യോഗത്തിൽ അനിൽ പീടികപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗോപി പഴുക്കാക്കുളം, രാജേഷ് B. ഈന്തങ്കൽ, അനിൽ ചീരങ്കുഴ, സിജു MS, C. ജയകൃഷ്ണൻ, അംബിക ഗോപാലകൃഷ്ണൻ, പത്മാവതി രഘുനാഥ്, ഗോപാലകൃഷ്ണൻ വളയനാൽ, സോമൻ കുരുവിക്കട്ട്, രാജേഷ് VU, സുരേഷ് കണ്ണൻ, പ്രശാന്ത് MP, രജനി KR, ഗിരീഷ് പനമുള്ളിൽ, സുധീർ PN, ഷാജി നീലിക്കുന്നേൽ തുടങ്ങിയവർ ഭാരവാഹികളായി 101 അംഗ ഭക്തജന സമിതി രൂപം കൊടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. BSനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്ക തട്ടിപ്പിന് ഇരയാക്കാനുള്ള ഗൂഢനീക്കത്തെ BSന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയതിനെ കുറിച്ചാണ് ട്രൈബൽ മേഖലയായ ഇടുക്കി പൂമാലയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. BSന്റെ വിയോഗ സമയത്ത് 2002 നടന്ന ആ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് വൃക്ക തട്ടിപ്പിനിരയായ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും. VSനെ കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും. ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്ക തട്ടിപ്പിന് ഇരയാക്കാനുള്ള ഗൂഢനീക്കത്തെ VSന്റെ സംയോജിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയതിനെ കുറിച്ചാണ് ട്രൈബൽ മേഖലയായ ഇടുക്കി പൂമാലയിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. VSന്റെ വിയോഗ സമയത്ത് 2002 നടന്ന ആ സംഭവത്തെ ഓർത്തെടുക്കുകയാണ് വൃക്ക തട്ടിപ്പിനിരയായ ആളുകളും ഇവിടുത്തെ പൊതുപ്രവർത്തകരും. കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് വൃക്ക ദാനം ചെയ്യുന്നവർക്ക് 5ഉം 10ഉം ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത്. വാക്ക് നൽകി വൻതുക ലഭിച്ച പ്രദേശവാസികളിൽ ചിലരെ ഇടനിലക്കാരുമാക്കി. നാട്ടിലെങ്ങും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സമയമായിരുന്നതിനാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴുകയും ചെയ്തു. തുടർച്ചയായി കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലെത്തി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. എന്നാൽ വാഗ്ദാനം വിശ്വസിച്ച് വൃക്ക നൽകിയ പലർക്കും പണം ലഭിച്ചില്ല. മിക്കവർക്കും യാത്രാ ചെലവിനുള്ള പണം മാത്രമാണ് ലഭിച്ചത്. ഇവരിൽ ചിലർ ചെറിയ തോതിൽ പരാതിയൊക്കെ ഉയർത്തിയെങ്കിലും ആദിവാസി വിഭാഗത്തിൽ നിന്നും ഉള്ളവരായതിനാൽ സംഭവം ഒതുങ്ങിപ്പോയിക്കൊള്ളുമെന്ന് തട്ടിപ്പ് സംഘം ഉറപ്പിച്ചു. ഇവർ വീണ്ടും കൂടുതൽ ആളുകളെ കോഴിക്കോടിന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടർന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ തട്ടിപ്പ് വാർത്തയറിഞ്ഞ് അക്കാലത്ത് വാഹന സൗകര്യം പോലും ഇല്ലാതിരുന്ന മലയോര മേഖലയായ മേത്തൊട്ടിയിലെത്തി. തട്ടിപ്പിന് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദരിദ്ര ചുറ്റുപാടുകളുടെ ദൗർബല്യം ചൂഷണം ചെയ്താണ് വൃക്ക തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് VS മനസ്സിലാക്കി. വൃക്ക തട്ടിപ്പിന് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ച് തിരികെ വന്ന VS പൂമാല സ്വാമിക്കമലയിൽ പൊതുയോഗം നടത്തി. VSന്റെ പ്രസംഗത്തോടെയാണ് കാര്യത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നതും ആരോഗ്യവകുപ്പും പോലീസും ഉൾപ്പെടെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതും. വൃക്ക നൽകിയവരിൽ ചിലർ പിന്നീട് വിവിധ തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് നേരിടുകയും അകാലത്തിൽ മരണമടയുകയും ചെയ്തു. VS ഇടപെട്ടതുകൊണ്ടാണ് കൂടുതൽ പേർ വഞ്ചിതരാകാതിരുന്നതെന്ന് തട്ടിപ്പിനിരയായ മേത്തൊട്ടി പതിക്കൽ മോഹനൻ പറഞ്ഞു. 2002 ഞാൻ എൻ്റെ വൃക്ക കൊടുത്തത് 2 ലക്ഷം രൂപ പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് 2 ലക്ഷം രൂപയും കിട്ടിയില്ല, എൻ്റെ വൃക്ക പോവുകയും ചെയ്തു. ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വന്നിട്ട് ഇങ്ങനെ 2 ലക്ഷം രൂപ കിട്ടും. ഞാൻ ചോദിച്ചത് 3.5 ലക്ഷം രൂപയാണ്. അവർ 2 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ച് ഇവിടുന്ന് പോകുന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് ഈ 2 ലക്ഷം രൂപ നമ്മൾ പോരാൻ നേരത്ത് നമ്മുടെ കയ്യിൽ ഇത് തരുന്നില്ല. നിങ്ങൾ ഇത്രയും രൂപയും കൊണ്ട് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പോലീസ് പിടിച്ചാൽ അതിന് നിങ്ങളുടെ രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസുകാർ നിങ്ങളെ പിടിക്കുമെന്നും പറഞ്ഞ് 2000 രൂപ വണ്ടി ചെലവിനുള്ള തന്നിട്ട് ഇങ്ങോട്ട് വിടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് VS അച്യുതാനന്ദൻ ഇവിടെ അന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു 50,000 രൂപ ഇവിടെ കൊണ്ടുവന്നവർ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അങ്ങനെ 52,000 രൂപ മൊത്തം കിട്ടിയിട്ടുള്ളൂ. ബാക്കി തുക കിട്ടിയിട്ടില്ല. അവർ പറഞ്ഞ തുക കിട്ടിയിട്ടില്ല. പൂമാല ടൗണിലെത്തിയ VSനെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയിലൂടെ ജീപ്പിലായിരുന്നു കൊണ്ടുപോയത്. കയറ്റവും ഇറക്കവുമുള്ള റോഡിൽ പലകുറി ജീപ്പ് വഴുതി പിന്നോട്ട് പോയപ്പോൾ നാട്ടുകാർ ചേർന്ന് തള്ളിക്കയറ്റുകയായിരുന്നുവെന്ന് അന്നത്തെ വഴികാട്ടിയും ഇപ്പോഴത്തെ CPM പൂമാല ലോക്കൽ കമ്മിറ്റി അംഗവുമായ ME നാരായണൻ പറഞ്ഞു. 2002 VS പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് പരാതി VSന് കിട്ടുകയും ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് മേത്തോട്ടിയിൽ ഈ വൃക്ക വിറ്റ ആൾക്കാരുടെ അടുത്ത്
വരികയും അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും അപ്പം ഒത്തിരി പേര് അതിന് വിധേയരായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി VS അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ അടിസ്ഥാനത്തിലൂടെ ഒത്തിരി ആൾക്കാരുടെ ജീവൻ തിരിച്ചു കിട്ടുകയും വൃക്ക പോകാതിരിക്കുകയും ചെയ്തിരുന്നത്. അത് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ VSൻ്റെ ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് ജനങ്ങൾ ബോധവാന്മാരായി. അത് തുടർന്ന് വൃക്ക പിന്നീട് ആരും അതിന് മുതിർന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോടിക്കുളം ആശുപത്രി ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡും പരിസരവും കാട് മൂടിയ നിലയിൽ. നിരവധി യാത്രക്കാരും രോഗികളും അടക്കം ആശ്രയിക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡ് വൃത്തിഹീനമായ പരിസരം മൂലവും അനധികൃത വാഹന പാർക്കിംഗ് മൂലവും യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. കോടിക്കുളം ആശുപത്രി ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡും പരിസരവും കാട് മൂടിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ കണ്ട ഭാവമില്ലെന്ന് പരാതി. നിരവധി യാത്രക്കാരും രോഗികളും അടക്കം ആശ്രയിക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡ് വൃത്തിഹീനമായ പരിസരം മൂലവും അനധികൃത വാഹന പാർക്കിംഗ് മൂലവും യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. കൂടാതെ ഇവിടെ ഇഴജന്തുക്കളുടെയും ക്ഷുദ്രജീവികളുടെയും ശല്യവും രൂക്ഷമാണെന്ന് സമീപത്തെ വ്യാപാരികളും പറയുന്നു. വെയിറ്റിംഗ് ഷെഡിൽ ചില ആളുകൾ ഇരുചക്ര വാഹന പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നതും യാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കൂടാതെ സാമൂഹിക വിരുദ്ധർ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും തള്ളുന്നത് വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ ദുർഗന്ധത്തിനും കൊതുക് ശല്യത്തിനും ഇടയാക്കുന്നു. പഞ്ചായത്തും പോലീസ് അധികൃതരും വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. തൊടുപുഴ നഗരസഭയുടെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 26-ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കും. മുനിസിപ്പൽ പാർക്ക് ജംഗ്ഷനിലുള്ള കാർഗിൽ ശിലയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കും. പി ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ K ദീപക്, വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ്, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. തൊടുപുഴ നഗരസഭ, ത്രിതല പഞ്ചായത്തുകൾ, സേവാഭാരതി, പൂർവ്വ സൈനിക സേവാ പരിഷത്ത്, എക്സ് സർവീസ്മെൻ ലീഗ്, 18ാം കേരള ബറ്റാലിയൻ, NCC, വിവിധ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 26-ന് കാർഗിൽ വിജയ് ദിവസ് സംയുക്തമായി ആചരിക്കും. രാവിലെ 9:30-ന് മുനിസിപ്പൽ പാർക്ക് ജംഗ്ഷനിലുള്ള കാർഗിൽ ശിലയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കും. PJ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ K ദീപക്, വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ്, കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, കേരള കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലേസ് G വാഴയിൽ, ബ്ലോക്ക് മെമ്പർ ടെസിമോൾ മാത്യു, വെട്ടിമറ്റം വാർഡ് മെമ്പർ ലാലി ജോസി, കേരള കോൺഗ്രസ് വെള്ളിയാമറ്റം മണ്ഡലം സെക്രട്ടറി പ്രദീപ് ആക്കിപ്പറമ്പിൽ, പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് ജില്ലാ ചെയർമാൻ സോമശേഖരൻ നായർ, ഹരി C ശേഖർ, മേജർ അമ്പളി ലാൽകൃഷ്ണ, ഇടുക്കി വിഭാഗ് സംഘ ചെയർമാൻ KN രാജു, തൊടുപുഴ കൃഷ്ണൻകുട്ടി എന്നിവർ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സന്ദേശം നൽകും. 18ാം കേരള ബറ്റാലിയൻ NCC ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രൊഫസർ പ്രജീഷ് മാത്യുവിന്റെ നേതൃത്വത്തിൽ NCC കേഡറ്റുകൾ കാർഗിൽ ശിലയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ NCC ബാൻഡ് സെറ്റിന്റെ പരേഡ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ലാൻസ് നായിക് PK സന്തോഷ് കുമാറിന്റെ പത്നി പ്രിയയും മകൻ അർജുനും കുടുംബാംഗങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ തോമസ് കുഴിഞ്ഞാലിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാമരാജ് കാലത്തിന് മുമ്പേ നടന്ന കർമ്മയോഗിയെന്ന് മുൻ MLA PC ജോസഫ് പറഞ്ഞു. കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച കാമരാജ് ജയന്തി വാരാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫൗണ്ടേഷൻ കേന്ദ്ര ചെയർമാൻ A നീല ലോഹിതദാസൻ നാടാർ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. കാലത്തിന് മുമ്പേ നടന്ന കർമ്മയോഗിയായിരുന്നു K കാമരാജ് എന്ന് മുൻ MLA PC ജോസഫ് അഭിപ്രായപ്പെട്ടു. കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച കാമരാജ് ജയന്തി വാരാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര ഭാരതത്തിലെ വിശിഷ്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ കാമരാജിന്റെ ജീവിതവും അളവറ്റ സമർപ്പണത്തിന്റെയും സേവനപരമായ രാഷ്ട്രീയത്തിന്റെയും ഉദാത്ത മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയെ ആദ്യമായി നടപ്പിലാക്കിയത് കാമരാജായിരുന്നുവെന്നും ഈ പദ്ധതി പിന്നീട് ദേശീയ തലത്തിൽ മാതൃകയായി മാറിയതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫൗണ്ടേഷൻ കേന്ദ്ര ചെയർമാൻ A നീല ലോഹിതദാസൻ നാടാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചറ മോഹനൻ നായർ, പരശുവക്കൽ രാജേന്ദ്രൻ, അജോ കുറ്റിക്കൽ, ജോസ് പൂവത്തുമൂട്ടിൽ, KN റോയി, I മാത്യു, CC ചാക്കോ, രവി പടിക്കൽ പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ടപ്പുറം കാഞ്ഞിരക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണ പൂജകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ 10 മണി വരെ പിതൃതർപ്പണ കർമ്മങ്ങൾ നടത്തപ്പെടും.
വണ്ണപ്പുറം കാഞ്ഞിരക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലി പിതൃതർപ്പണ പൂജകൾക്കൊരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ 10 മണി വരെ പിതൃതർപ്പണ കർമ്മങ്ങൾ നടത്തപ്പെടും. ക്ഷേത്രം തന്ത്രി NV സുധാകരൻ തന്ത്രികൾ, മേൽശാന്തി CP ബാബു ശാന്തികൾ എന്നിവർ കാർമ്മികത്വം വഹിക്കും. നാളെ കർക്കിടക വാവ് ബലി ദിവസത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. നാളെ രാവിലെ 4 മണി മുതൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങും. കൃത്യം 5:30 തന്നെ ബലിയിടൽ കർമ്മങ്ങൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുധാകരൻ തന്ത്രികളുടെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ CP ബാബു ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്തിലായിരിക്കും ബലികർമ്മങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും വണ്ണപ്പുറം കാഞ്ഞിരക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രാചാര പരിപാടികളിലേക്കും വാവുബലി ദർപ്പണ ചടങ്ങിലേക്കും സ്വാഗതം ക്ഷണിക്കുകയാണ്. കാളിയാർ പോലീസിന്റെ മുന്നറിയിപ്പുമായി വണ്ണപ്പുറത്ത് യൂത്ത് ലീഗ് പോസ്റ്റർ പ്രതിഷേധം. പ്രദേശത്തെ മോഷണ പരമ്പരയ്ക്ക് അറുതി വരുത്താതെ പാവങ്ങളുടെ ഫോട്ടോ എടുത്ത് പെറ്റിയടിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ആവശ്യം. സോഷ്യൽ മീഡിയയിലും പോസ്റ്റർ പ്രതിഷേധം വ്യാപകമാണ്. തൊടുപുഴയിൽ ബുധനാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയിൽ ജേറാണി പബ്ലിക് സ്കൂളിന് സമീപം റോഡിൽ വെള്ളം ഉയർന്നു. ഇതേ തുടർന്ന് സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് താഴെയും റോഡിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പരസ്യമായി കത്തിച്ച വ്യാപാരിക്ക് 10,000 രൂപ പിഴ ചുമത്തി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഉടുമ്പന്നൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന കല്യാൺ ജ്വല്ലറി വർക്ക്സ് എന്ന വ്യാപാര സ്ഥാപന ഉടമയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം കടയുടെ പിറകുവശത്ത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചത്. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ V ബിജുമോന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച് കേസെടുത്ത് പിഴ ചുമത്തുകയായിരുന്നു. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും കത്തിക്കുകയും വലിച്ചെറിയുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി JS ഷമീന അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ 30 മുതൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെ നടക്കുന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിന്റെ ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരന്ത നിവാരണ സമിതി രൂപീകരിച്ചു. വാർഡ് കൗൺസിലർ അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയുടെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 26-ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കും. ഒരു പ്രദേശത്തെ ആദിവാസികളെ ഒന്നാകെ വൃക്ക തട്ടിപ്പിനിരയാക്കാനുള്ള ഗൂഢനീക്കത്തെ VSന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതാക്കിയതിനെ കുറിച്ച് ഓർത്തെടുക്കുകയാണ് ഇടുക്കി പൂമാലയിലെ ജനങ്ങളും പൊതുപ്രവർത്തകരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.